അറിയുന്നതിലും സ്നേഹിക്കുന്നതിലുമാണ് എന്റെ സന്തോഷം കുടികൊള്ളുന്നത്. രണ്ടാമതായി, മനുഷ്യർക്കും രാഷ്ട്രങ്ങൾക്കും വളരെ കാലമായി നഷ്ടപ്പെട്ടു പോയ പ്രത്യാശ വീണ്ടെടുത്തു കൊടുക്കുക. സമാധാനത്തിലും സുരക്ഷയിലും ജീവിക്കാൻ ഈ പ്രതീക്ഷ അവരെ സഹായിക്കും. രക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിക്കാൻ അവർക്ക് കഴിവ് നൽകും. മൂന്നാമതായി, ഞാൻ ആരാണെന്ന് സ്വയം വെളിപ്പെടുത്തുവാൻ വരികയാണ്. മനുഷ്യർക്ക് പിതാവായ എന്നിലുള്ള ശരണവും എന്നോടുള്ള സ്നേഹവും അത് വർദ്ധിപ്പിക്കും. എനിക്കൊരു താല്പര്യമേയുള്ളൂ, എല്ലാ മനുഷ്യരെയും കാത്തു പരിപാലിക്കുക, എന്റെ മക്കളായി സ്നേഹിക്കുക. താൻ വരച്ച ചിത്രത്തിലേക്ക് നോക്കി ചിത്രകാരൻ ആനന്ദിക്കുന്നു. ഇതുപോലെ എന്റെ സൃഷ്ടികളുടെ മകുടമായ മനുഷ്യർക്കിടയിൽ വരാൻ എനിക്ക് വളരെ ആനന്ദമുണ്ട്. സമയം ഇനിയേറെയില്ല. ഞാൻ മനുഷ്യരെ സ്നേഹിക്കുന്നതും അവരോടൊത്തായിരിക്കുന്നതും മക്കളോടെന്ന പോലെ അവരോട് സംസാരിക്കുന്നതുമാണ് എനിക്ക് ഏറ്റവും അധികം ആനന്ദം തരുന്നതെന്നും മനുഷ്യർ എത്രയും വേഗം അറിഞ്ഞിരുന്നുവെങ്കിൽ. ഞാനാണ് നിത്യനായവൻ. ഞാൻ ഏകനായിരുന്നപ്പോൾ എന്റെ ഛായയിൽ മനുഷ്യരെ സൃഷ്ടിക്കാൻ സർവശക്തിയും ഉപയോഗിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ സൃഷ്ടിക്ക് മുമ്പ് അവരുടെ ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നെനിക്ക് ബോധ്യമായി. അപ്പോഴാണ് ഞാൻ ലോകം സൃഷ്ടിച്ചതും മനുഷ്യരുടെ ജീവസന്ധാരണത്തിനാവശ്യമായ വായു, സൂര്യൻ, മഴ തുടങ്ങിയവ കൊണ്ട് ഭൂമിയെ നിറച്ചതും. ഒടുവിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്റെ കരവേലയിൽ എനിക്ക് സംതൃപ്തി തോന്നി. എന്നാൽ മനുഷ്യൻ പാപം ചെയ്യുന്നു. ആ സമയത്ത് തന്നെ ഞാൻ എന്റെ അനന്തമായ ഔദാര്യം പ്രകടമാക്കുന്നുണ്ട്. മനുഷ്യരുടെ കൂടെ വസിക്കുവാൻ പഴയ നിയമകാലത്ത് ഞാൻ പ്രവാചകന്മാരെ സൃഷ്ടിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തു. എന്റെ ആഗ്രഹങ്ങളും ദുഃഖങ്ങളും ആനന്ദങ്ങളും മനുഷ്യരെ അറിയിക്കുവാൻ ഞാൻ അവരെ നിയോഗിച്ചു. മനുഷ്യരുടെ തിന്മയേറുന്തോറും നീതിമാന്മാരുമായി സംവദിക്കാൻ എന്റെ നന്മ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അധർമ്മികളെ എന്റെ കൽപ്പന അറിയിക്കാൻ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. ശാസനയിലൂടെ പാപികളെ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവർ വിസ്മരിക്കുകയും നന്ദിഹീനതയിൽ അവഗണിക്കുകയും ചെയ്യുന്ന ദൈവപിതാവിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കർശന നടപടികൾ എടുക്കുന്നതിന് ചിലപ്പോഴെല്ലാം ഞാൻ നിർബന്ധിതനായി. മനുഷ്യഹൃദയങ്ങളെ തിന്മ കീഴടക്കിയപ്പോൾ പീഡകൾ, വസ്തുവകകളുടെ നാശം എന്നിവ മൂലവും മരണം വഴി പോലും അവരെ ശുദ്ധീകരിക്കാൻ ഞാൻ അവരുടെ മേൽ അധ്യാപത്തുകൾ അയച്ചു. ജലപ്രളയം, സൊദോം ഗൊമോറകളുടെ നാശം, യുദ്ധങ്ങൾ എന്നിവ അങ്ങനെയുണ്ടായതാണ്. എപ്പോഴും ഭൂമിയിൽ മനുഷ്യരോടൊത്തായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പ്രളയകാലത്ത് ഏക നീതിമാനായ നോഹയോടൊപ്പം ഞാൻ വസിച്ചത്. മറ്റ് അത്യാഹിതങ്ങളുടെ അവസരത്തിലും കൂടെ വസിക്കാൻ ഒരു നീതിമാനെയെങ്കിലും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞു. അവനിലൂടെ അക്കാലത്തെ മനുഷ്യരോടൊപ്പം ഞാൻ ജീവിച്ചു. പിന്നീട് ഇങ്ങനെ തന്നെയായിരുന്നു എല്ലായ്പ്പോഴും. മനുഷ്യകുലത്തോട് അനന്തമായ സൗമനസ്യമുള്ളതുകൊണ്ട് ഞാൻ ലോകത്തിന് ഒരു മിശിഹായെ വാഗ്ദാനം ചെയ്തു. അവന്റെ ആഗമനത്തിന് സാധ്യമായവയെല്ലാം ഞാൻ ഒരുക്കി. അവന്റെ വരവിന് ആയിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ അവന്റെ പ്രതിനിധികളിലൂടെ ഞാൻ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആരാണ് മിശിഹ? എവിടെ നിന്നാണ് അവൻ വരിക? ഭൂമിയിൽ അവൻ എന്തു ചെയ്യും? അവൻ ആരെ പ്രതിനിധീകരിക്കും? മിശിഹ ദൈവമാകുന്നു. ആരാണ് ദൈവം? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അവൻ വരുന്നത് എവിടെ നിന്നാണ്? അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിലേക്ക് വരുവാൻ ആരാണ് അവനോട് കൽപ്പിച്ചത്? ഞാനാണ് കൽപ്പിച്ചത്. അവന്റെ പിതാവ് ദൈവം. അവൻ ഭൂമിയിൽ ആരെ പ്രതിനിധീകരിക്കും? അവന്റെ പിതാവിനെ, ദൈവത്തെ. അവൻ ഭൂമിയിൽ എന്തു ചെയ്യും? പിതാവായ ദൈവത്തെ എല്ലാവരും അറിയുവാനും സ്നേഹിക്കുവാനും വേണ്ടത് ചെയ്യും.
ദൈവപുത്രൻ വന്നത് പിതാവിനെ മഹത്വപ്പെടുത്തുവാനും എല്ലാ മനുഷ്യരുടെയും മുൻപിൽ അവിടുത്തെ വെളിപ്പെടുത്താനുമാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടി. പിതാവിന്റെ ഹിതം നിറവേറ്റാൻ മാത്രമാണ് ഞാൻ വന്നത്. എന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് എന്തു ചോദിച്ചാലും അവിടുന്ന് നിങ്ങൾക്കത് നൽകും. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഞാൻ പിതാവിലും അവിടുന്ന് എന്നിലും വസിക്കുന്നു. എന്നിലൂടെയല്ലാതെ ആരും പിതാവിലേക്ക് വരുന്നില്ല. എന്നോട് കൂടെയായിരിക്കുന്നവൻ പിതാവിനോട് കൂടെയുമാണ്. എന്നിങ്ങനെ ഇങ്ങനെ അനന്തകാലം എനിക്കൊരാഗ്രഹമേയുള്ളൂ എന്ന് മനസ്സിലാക്കിയാലും മനുഷ്യർക്കിടയിൽ ഞാൻ അറിയപ്പെടണം, സ്നേഹിക്കപ്പെടണം, എന്നെന്നും മനുഷ്യരോടൊത്തായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ സൃഷ്ടികളായ മനുഷ്യരുടെ പിതാവും സഹോദരനും ഉറ്റമിത്രവുമായി ഭൂമിയിൽ വന്നു വസിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കൂടാരവും സാക്ഷ്യപേടകവും നിർമ്മിക്കാൻ ഞാൻ മോശയോട് ആവശ്യപ്പെട്ടത്? അത് എന്റെ തീക്ഷ്ണമായ ആഗ്രഹമായിരുന്നു. എന്നിട്ടും അവർ എന്നെ മറന്നു. അനവധി പാപങ്ങൾ ചെയ്ത് എന്നെ ഉപദ്രവിച്ചു. എന്നിട്ടും പിതാവായ ദൈവത്തെക്കുറിച്ച്, അവരെ രക്ഷിക്കുക എന്ന അവിടുത്തെ ഒരേയൊരു ആഗ്രഹത്തെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുവാൻ മോശയ്ക്ക് ഞാൻ പ്രമാണങ്ങൾ കൊടുത്തു. അവർ ആ പ്രമാണങ്ങൾ പാലിക്കുമെന്നും അതുവഴി അവരുടെ ഇന്നത്തെയും എന്നത്തെയും രക്ഷയിൽ തൽപരനായ അനന്ത നന്മയായ നല്ല പിതാവിനെ ഓർമ്മിക്കുമെന്നും കരുതി. പക്ഷേ ഇതെല്ലാം മറന്ന് ജനങ്ങൾ തെറ്റിലേക്കും ഭയത്തിലേക്കും വഴുതി വീണു. ഞാൻ മോശ വഴി നൽകിയ പ്രമാണങ്ങൾ പാലിക്കുക ക്ലേശമാണെന്ന് കരുതി അവർ എളുപ്പത്തിൽ അനുസരിക്കാവുന്ന സ്വന്തം കൽപ്പനകൾ തന്നിഷ്ടപ്രകാരം ഉണ്ടാക്കി. എന്നെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ ഭയത്തിൽ അവർ ഒന്നിനൊന്ന് എന്നെ മറന്നു എന്നെ ദ്രോഹിക്കാൻ തുടങ്ങി. എന്നിട്ടും മക്കളോടുള്ള എന്റെ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായില്ല. ജനങ്ങളെ എന്നെ അറിയുന്നവരും സ്നേഹിക്കുന്നവരുമാക്കുന്നതിൽ ഗോത്രപിതാക്കന്മാരും പ്രവാചകരും പരാജയപ്പെട്ടപ്പോൾ സ്വയം വരുവാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ എനിക്കെങ്ങനെ ജനങ്ങളുടെ ഇടയിൽ വരുവാൻ കഴിയും? എന്റെ ദൈവത്വത്തിന്റെ രണ്ടാം ആളായി വരികയല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. ജനം എന്നെ അറിയുമോ? എന്നെ ശ്രവിക്കുമോ? ഭാവിയിൽ സംഭവിക്കാനുള്ളതൊന്നും എന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഞാൻ തന്നെ ഉത്തരം കണ്ടെത്തി. എന്റെ അടുത്തായിരുന്നാലും അവർ എന്റെ സാന്നിധ്യം അവഗണിക്കും. എന്റെ പുത്രനിലൂടെ അവർ എന്നോട് ക്രൂരമായി പെരുമാറും. എന്തെല്ലാം നന്മകൾ അവനവർക്ക് ചെയ്തു കൊടുത്താലും എന്റെ പുത്രനിൽ അവർ എന്നെ ദുഷിച്ചു പറയും. കൊല്ലാനായി അവർ എന്നെ കുരിശിൽ തറയ്ക്കും. ഇതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണമോ? ഇല്ല, ഇല്ല. എനിക്ക് എന്റെ മക്കളോട്, മനുഷ്യരോട് അത്ര വലിയ സ്നേഹമാണുള്ളത്. എന്റെ പ്രിയപുത്രനേക്കാൾ, എന്നേക്കാൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന കാര്യം നന്നായി മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ പാപപരിഹാരത്തിന് എന്റെ സൃഷ്ടികളിൽ ആരെങ്കിലും ഒരാൾ എന്റെ പുത്രന്റേതുപോലൊരു ജീവിതത്തിനും മരണത്തിനും സന്നദ്ധനാകുന്ന പക്ഷം ഞാൻ സംശയിക്കും. സത്യമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട്? ഞാൻ എന്റെ പുത്രനിലൂടെ സഹിക്കാതെ എന്റെ പ്രിയ സൃഷ്ടിയെ സഹിക്കാൻ അനുവദിച്ചാൽ അത് എന്റെ സ്നേഹത്തിന്റെ വഞ്ചനയായിരിക്കും. ഇതാണ് ചുരുക്കത്തിൽ എന്റെ സ്നേഹകഥ. പുത്രനിലൂടെ ഞാൻ മനുഷ്യരുടെ ഇടയിൽ വരുന്നത് വരെയുള്ള കഥ. എന്റെ മക്കളുടെ ബലഹീനത എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് വീഴുന്നിടത്ത് നിന്ന് വീണ്ടും എഴുന്നേൽക്കുന്നതിന് അവർക്ക് സംവിധാനം ഉണ്ടാക്കി കൊടുക്കുവാൻ ഞാൻ പുത്രനോട് ആവശ്യപ്പെട്ടു. ഈ മാർഗം
പാപത്തിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കും.